അസ്സലാമലൈക്കും. എന്തൊക്കെ വർത്താനം? യാസിറാണ് പൂക്കോട്ടുംപാടം. ഇതത്തെ ശശികലൻ്റെ കഥ വിട്ടേ. ശശികല വീണ്ടും വീണ്ടും കാന്തപുരത്തിനെതിരെ, ആദ്യം മനുഷ്യരോടൊപ്പം എന്നുള്ള കേരള യാത്രക്കെതിരെ, ഇപ്പം നോളജ് സിറ്റിക്കെതിരെ. അതായത് ഈ ശശികലനെ സംബന്ധിച്ചിടത്തോളം, ശശികലൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരോടൊപ്പം എന്ന് പറഞ്ഞു കണ്ട ഒരു ക്യാപ്ഷനിലോ, ഇനിയിപ്പോൾ മൃഗങ്ങളോടൊപ്പം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനിലോ ഓൾക്ക് ഇങ്ങനത്തെ ഒരു യാത്ര നടത്താൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അവൾക്ക് ആകെ അറിയുന്നൊരു പണി ഇതന്നെയാണ്. അതായത് ധ്രുവീകരണം, വിഭാഗീയത, നുണ പറച്ചിൽ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, ഇതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടോ? ഇതിന് മൗനമായി നിന്നിട്ട് വലിയ കാര്യമുണ്ടോ? കുറച്ചൊക്കെ നമ്മൾ പറയണ്ടേ? ആലോചിച്ച് നോക്കി. ഇപ്പോൾ കുംഭമേള നടത്തരുത്, കുംഭമേള നടത്തരുത് എന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം. ആരെ ഇതൊക്കെ പറഞ്ഞു? നീ കുംഭമേള നടത്തിയ എന്താ കുഴപ്പം? മുസ്ലിം സമുദായത്തിനൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും മൈൻഡ് തന്നെ വെച്ചിട്ടില്ല. അത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസപരമായ കാര്യമാണെന്നുണ്ടെങ്കിൽ തിരുനാവായയിലോ ഇനിയിപ്പോൾ വേറെ എവിടെ, മലപ്പുറത്തോ എവിടെ വേണമെങ്കിലും നടത്തിയെന്ന് കരുതി എന്താ കുഴപ്പം? അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു മൈനസോ അല്ലെങ്കിൽ ക്ഷീണോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഉണർവോ ഇത് രണ്ടും ഇവിടെ ആരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും എന്ന് തോന്നില്ല. അത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസമാണെങ്കിൽ ഓല് നടത്തട്ടെ. അവിടെ കച്ചവടം കാര്യങ്ങളും അതുമായി സഹകരിക്കുന്ന ആളുകളൊക്കെ സഹകരിക്കും. ഇവിടെ ഇപ്പോൾ എന്തെല്ലാം നടക്കുക, അഖണ്ഡനാമ യജ്ഞം നടക്കണ്, അതേപോലെ തന്നെ ശിവരാത്രി നടക്കണ്, ശ്രീകൃഷ്ണ ജയന്തി നടക്കണ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കണില്ലേ? അതിനേക്കാൾ വലിയ വേറെന്താ ഇപ്പം ഇതിൽ നടക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പച്ച നോണ കേട്ടോ, പച്ച നോണ. അതിലൊന്നും യാതൊരു താല്പര്യവും ഈ പറഞ്ഞ മാതിരി മുസ്ലിം സമുദായത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇതിലൊക്കെ വർഗീയപരമായി രാഷ്ട്രീയ മുതലെടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സമൂഹത്തെ, ഒരു നാടിനെ തകർക്കുക, അത്തരം വാക്കുകൾ ഉപയോഗിക്കുക എന്നല്ലാതെ ഇതിനൊന്നും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കൂട്ടു നിൽക്കൂല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ആളുകൾ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പല സംഭവ വികാസങ്ങളും നടക്കുമ്പോൾ അവിടുത്തെ പള്ളികളും മറ്റും ഒക്കെ ടാർപോളിനിട്ട് മൂടുന്നതൊക്കെ കാണാം. ഇവിടെ ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തി, മനുഷ്യരോടൊപ്പം നടത്തി. ഒരു വണ്ടിക്ക് വരെ, ഒരു ഹൈന്ദവ സഹോദരന് പോയിട്ട് ഒരു വണ്ടി വരെ തടസ്സപ്പെട്ടതായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ നിലക്കും അടിപൊളിയായിട്ടാണ് ആ പരിപാടി കടന്നുപോയത് എന്നുള്ളതാണ്. പക്ഷെ അതിനെതിരെ ശശികല രംഗത്ത് വന്നു. ഇപ്പം നോളജ് സിറ്റിക്കെതിരെയാണ്. നോളജ് സിറ്റിയിൽ എന്തോ പാലുണ്ടാക്കിയത്, അതേപോലെ തന്നെ ഒരു കീറക്കടലാസിൻ്റെ പിൻബലല്ല, അത് വിവരാവകാശം വെച്ച് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുംഭമേളക്ക് തടസ്സം നിൽക്കുന്നവർ നോളജ് സിറ്റിയെക്കുറിച്ച് എന്താ പരിശോധിക്കാത്തതെന്നൊക്കെ ചോദിക്കും. ആരെ കുംഭമേളക്ക് തടസ്സം നിന്നത്? കുംഭമേളയും നോളജ് സിറ്റിയും തമ്മിൽ എന്ത് ബന്ധമല്ലേ? നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ കുംഭമേള തടസ്സപ്പെടുത്തുന്നു എന്ന് പച്ച നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പൊ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതൊക്കെ പരാമർശിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നുള്ളത് നമ്മളെ മതേതര സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ശശികലയെ പോലെയുള്ള ആളുകളൊക്കെ നമ്മളെ തമ്മിൽ തെറ്റിച്ചുങ്ങാണ്ട് അധികാര കസേരയിൽ ഇരിക്കാൻ വേണ്ടി കേരളത്തിൽ അത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ മുതലെടുപ്പിനുമൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രബുദ്ധ കേരളം മനസ്സിലാക്കുക. അതിനൊന്നും യാതൊരു വില കൽപ്പിക്കരുത്. ഇവിടെ ആര് കുംഭമേള നടത്തിയാലും മറ്റുള്ള ആഘോഷങ്ങൾ നടത്തിയാലും നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചു കൊണ്ടും സ്ഥാപനങ്ങളും കച്ചവടങ്ങളും മറ്റുള്ള എന്ത് ആയിക്കോട്ടെ സാമ്പത്തികമായും മറ്റുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ തമ്മിൽ ഈ ഐക്യം തകർത്താലേ ഇവർക്കൊക്കെ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ എന്നുള്ള അതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഒരിക്കലും യോജിപ്പില്ലാത്ത ഇത്തരം പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത് സമൂഹം മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഏതായാലും ശശികലയെ പോലെയുള്ള ആളുകൾ വർഗീയപരമായ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അതിനെയൊക്കെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.